ஹே ஹலோ கைஸ் வெல்கம் பேக் டு அனதர் வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம கல்யாணராமன் மூவிலேருந்து பார்த்தீங்கன்னா திலீப்பேட்டன் நடித்த ஒரு காமெடி சீன்ஸ் தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். நம்ம சலீம்குமார் சார், நம்ம திலீப்பேட்டன் சார், அதுக்கப்புறம் வந்து இன்னசென்ட் சார்லாம் வந்து அந்த ஒரு கல்யாணத்தில் வந்து பார்த்தீங்கன்னா அவ்வளோ வந்து காமெடி சீன்ஸாக வந்திருக்கு. ஏற்கனவே 2 சீன்ஸ் வந்து நம்ம ரியாக்ட் பண்ணியிருக்கோம். பார்க்கறதுக்கும் கண்டிப்பாக செக் பண்ணி பாருங்க. அதுக்கப்புறம் வந்து நம்ம குபேரன் மூவி, அதுக்கப்புறம் வந்து ஈப்பர்க்கம் தலிக்கா, திலகம் மூவி சொல்லிட்டே போலாம். அவர் நடிச்ச வந்து ஒரு எப்படி சொல்றது? எக்ஸ்ட்ரீமான வந்து காமெடி சீன்ஸ்லாம் வந்து பார்த்தீங்கன்னா, நம்ம வந்து பண்ணியிருப்போம். இப்ப வந்து இந்த சீன்ல வந்து என்ன பண்ண போறாங்க என்னன்னு சொல்லிட்டு போய் பார்த்துட்டு அதுக்கப்புறம் அத பத்தி பேசுவோம். நம்ம திலீப்பேட்டனோட காமெடி பார்த்து வந்து சிரிச்சு வந்து ரொம்ப மாசமா வந்தாச்சு. என்னடா வந்து ரியாக்ட் பண்ணலாம் அப்படின்னு சொல்லிட்டு நான் ஐடியா பண்ணும்போது, சரி நம்ம கல்யாணராமன் மூவிலேருந்து ஒரு சீன்ஸ் வந்து பண்ணுவோம். பார்த்து சிரிச்சு ரொம்ப நாளா ஆச்சு அப்படின்னு சொல்லிட்டு தான் இந்த வீடியோ மேக் பண்றோம். ஓகே, இந்த வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அத பத்தி பேசுவோம். வீடியோக்குள்ள போறதுக்கு முன்னாடி இன்னும் நீங்க யாரும் நம்ம சேனல சப்ஸ்கிரைப் பண்ணா, தயவுசெய்து சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்க. இப்போ வாங்க வீடியோக்குள்ள போலாம். അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ, രണ്ടാം തണ്ടിലേറി പോകേണ്ടേ, അവിടുന്ന് തലയും കുത്തി ചാടേണ്ടേ. അല്ല, തലയും കുത്തി ചാടാൻ തുടങ്ങിയോ? കല്യാണം ഞങ്ങൾ കൊഴിപ്പിക്കുമല്ലേ? അച്ഛൻ കഴിച്ചല്ലേ? ഇല്ല മോളെ, അച്ഛന് വിശക്കുന്നില്ല, അച്ഛൻ പിന്നെ കഴിച്ചോളാം. അതല്ല, അച്ഛൻ ഡ്രിങ്ക്സ് കഴിച്ചോന്നാ ചോദിച്ചേ. പിന്നെ നേരത്തെ ഒരു പെപ്സി എടുത്ത് കഴിക്കുന്നുണ്ട്. അതെ അതെ അതെ. ദേഹന്റെ കാരനോട് ചോദിച്ചില്ല. അങ്ങനെ ആരും പറഞ്ഞില്ലേ? ആ, കഴിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? പിന്നെ എന്തിനാ കഴിക്കാൻ പോയെ? സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ? സ്നേഹത്തോടെ ഇത്തിരി ആട്ടിങ്ങാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? വെറുതെ ഒരു മിനിറ്റ് ഓട്ടെ മോളെ. അപ്പൊ ഇയാളാണല്ലേ എന്റെ അച്ഛനെ കുടിപ്പിച്ചത്? അതെ, തമ്പി സാറ് വേണ്ടെന്ന് പലവട്ടം പറഞ്ഞു. കഴിച്ചില്ല ഈ സദ്യക്ക് ഞാൻ പായസം വിളമ്പില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആ വണ്ടി കഴിച്ചത്. ഇയാൾക്ക് എന്തിന്റെ സൂക്കേടാ? ഒരു കല്യാണം നടക്കുന്നു, പെണ്ണിന്റെ അച്ഛനെ കള്ളു കുടിപ്പിച്ച് കേൾക്കാൻ നീയുടെ കോൺട്രാക്ട് പറഞ്ഞിട്ടുണ്ടോ? പെണ്ണിന്റെ അച്ഛനാ? മണവാളച്ചക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നില്ലേ പെണ്ണിന്റെ അച്ഛൻ? ഇവിടെ ഏതായിട്ടും എടുക്കും മോളെ. ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28 ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണുപോയി അതിന്റെ പാർട്ടി, 16 അടിയന്തരം, ശ്രാദ്ധം, അങ്ങനെ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാൺരാമൻ. ഓഹോ, അങ്ങനെയാണെങ്കിൽ അക്കൂടത്തെ ചെക്കനെ പെണ്ണിനെ കൂടെ ഏർപ്പാടാക്കി കൊടുക്കാറുന്നില്ലേ? ഏർപ്പാടാക്കി തരാലോ. എനിക്ക് ചെക്കൻ വേണോ? ഞാൻ റെഡി. അത് ശരിയാ, പുകവലിയില്ല, മുറുക്കില്ല, വെള്ളാടിയില്ല. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? കിടക്കട്ടെന്നേ. സാർ പോയി കിടന്നോളൂ. ഞാനൊന്ന് പറയട്ടെ. എന്നാ സാർ പറയും. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണിയില്ല, നിനക്കെന്ന് സത്യം കൊണ്ട് കഴിയുകയും ചെയ്യും. അങ്ങനെ കല്യാണച്ചക്കൻ സവാരി എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. മിണ്ടാതിരിടാ. വന്നിരിക്കുന്ന ബന്ധുക്കളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു നല്ല ചെക്കൻ ഉണ്ടായിരുന്നു, നമുക്ക് അവരെ കാരണന്മാരൊക്കെ സംസാരിക്കായിരുന്നു. അല്ല, ചേട്ടനൊരു മകനുണ്ടല്ലോ. ഉണ്ട്. അവൻ എങ്ങനെ? പിന്നെ അവനും എന്നെ പോലെ തന്നെ നല്ല പൊക്കവും അതിലത്തെ വിദ്യാഭ്യാസവും. അവനെ പെട്ടെന്ന് നമുക്കൊന്ന് വരുത്തിക്കാൻ പറ്റും? അതിപ്പോ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പെർമിഷൻ ഒക്കെ വേണം. അപ്പൊ ഭയങ്കര ജോലി ആയിരിക്കില്ല അവനെ പെട്ടെന്ന് ഒന്ന് വരുത്തിക്കുന്നു. ആ കുട്ടിക്ക് ലൈഫ് ആവട്ടെ. ഈ പരോള് കിട്ടാൻ പ്രയാസമാ. ജീവപര്യന്തം ആണ്. ആരാ? വെറും 2 പേരെ തലക്കടിച്ചു കൊന്നതേ ഉള്ളൂ. അതെ, അതൊക്കെ ശരിയാകുമെന്ന് കല്യാണം കഴിയുമ്പോ ശരിയാവും. ഭക്ഷണം കുഴികുത്തി മൂടാൻ പറഞ്ഞു. അത് വേണോ? വേണ്ട, ഭക്ഷണം എല്ലാം നിങ്ങൾ കൊണ്ടുപോയിക്കോളും. ഭക്ഷണത്തിന്റെ അല്ല, ഞങ്ങള് വേറൊരു കാര്യം ചോദിക്കാനാ വന്നത്. അങ്ങനത്തെ ഒരവസ്ഥയില് ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. മനസ്സിലായി. പന്തലിന്റെ വാടകയും വാചകക്കൂലി എത്രയാണെന്ന് വെച്ചാ മേനോന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ. നിങ്ങൾ നഷ്ടപ്പെടേണ്ട കാര്യമില്ല. ശരി, താങ്ക്സ്. അല്ല അച്ചോട്ടാ, നമ്മള് വന്നാലും പറഞ്ഞു. അതൊന്നും ശരിയാവൂല. എന്താ അവര് നമ്മളെ അങ്ങനെയൊന്നും അല്ല കണ്ടിരിക്കുന്നത്. അതിന് അച്ചോട്ടൻ കാര്യം പറഞ്ഞില്ലേ? എന്നാ പിന്നെ നിനക്ക് ആൾ പോയി പറഞ്ഞൂടെ? അതെങ്ങനെ തലയിരിക്കുമ്പോ വാലാട്ടം പാടില്ല? അതിന് തല ഇരിക്കലല്ലോ, നിൽക്കല്ലേ. നിനക്ക് ആട്ടപ്പോ. അപ്പൊ ഞാൻ തമ്പി സാറിനെ പോയി ആട്ടട്ടെ. അല്ല, പറഞ്ഞിട്ട് വരട്ടെ. തമ്പി സാർ, എന്താണ്? ഞങ്ങളിപ്പോ ഇവിടെ ഒരു കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്നതാ. എന്നെ കൂടാതെ അച്ചോട്ടനൊരു അനിയനുണ്ട്. എന്ന് വെച്ച് എന്റെ ഏട്ടൻ, ഞങ്ങളുടെ ഭാഷ പറഞ്ഞ നടുക്കഷ്ടം. ഡോക്ടർ, ശാന്തി ഹോസ്പിറ്റലിൽ ഡോക്ടർ ശിവദാസ്. വേറെ MBBS അല്ലാട്ടാ, MD. ആ ശിവേട്ടന് വേണ്ടി ഈ തമ്പി സാറിന്റെ മകൾക്ക് ആദ്യം ചേച്ചി ആലോചിക്കാൻ വന്നാൽ ഞങ്ങള്.
അമ്പാടി തറവാട്ടിൽ കയറി സംബന്ധം ആലോചിക്കാനുള്ള യോഗ്യത ഇല്ലെന്നറിയാം. നിങ്ങളുടെ മനസ്സ് കണ്ടപ്പോ, നിങ്ങൾക്ക് വിഷമം കണ്ടപ്പോ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ. സാറിന് സമ്മതമാണെങ്കിൽ ഒന്ന് മൂളിയാ മതി. എന്റെ അനിയൻ എത്ര വലിയ ഡോക്ടറാണെങ്കിൽ ഞാൻ പറഞ്ഞ സമ്മതിക്കും. സാറിന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അടക്കം ചെയ്യും. ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ മിണ്ടിട്ട് കൂടിയില്ല. വാ എല്ലാത്തിനും ഞാനില്ലേ പട്ടാറം കഴുത്തിന്റെ ഇടയിലെ കൈ കൊടുക്കുന്നു. ബിസിനസ് ഒക്കെ എങ്ങനെ? ഡെഡ് ബോഡി ഒക്കെ ഇതാണ്ടോ? ഇപ്പൊ എടുക്കാണ്ടാവോ? നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. അച്ഛാ, ചേച്ചി വിളിച്ചിട്ട് എണീക്കുന്നില്ല. പോവാൻ പറ്റേ, ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. ചേച്ചി മോളെ എല്ലാവരും പുറത്തേക്ക് സർ പ്ലീസ്. എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്ക്. ഇതൊക്കെ ആള് വീതം പറയണോ? പക്ഷെ എന്ത് കഷ്ടം. അപ്പോ നിന്നോട് കൂടെ പറഞ്ഞത്. ഞാനും പോവാം. കുട്ടി കുറച്ച് കാറ്റ് കിട്ടട്ടെ. കാറ്റ് കിട്ടണമെങ്കിൽ ഫാൻ ഇട്ടാ പോരെ? ഇയാൾ അപ്പൊ കയറി ഇതിനകത്ത്. ബ്ലഡ് വേണ്ടി വന്ന എന്റെ ബോഡിയിലല്ലേ ഉള്ളൂ. ഇവിടെ ബ്ലഡ് ഒന്നും വേണ്ട. അപ്പൊ യൂറിനോ? താനിങ്ങോട്ട് വന്നേ. ഞാൻ ഡോക്ടർ ശിവദാസ്. ബോധമില്ലാത്ത പെണ്ണിന് ഡാക്ടർ പയ്യൻ. ഈ മാരേജിന്റെ വേൾഡ് ഹിസ്റ്ററിയില് ഇത് ആദ്യത്തെ സംഭവിച്ചിട്ടുള്ളൂ. പെണ്ണ് ബോധം കെട്ടിയെടുക്കുമ്പോ ഒരു പെണ്ണ് കാണുന്നു. ആദ്യത്തെ സംഭവമൊന്നുമല്ല. എന്റെ പെണ്ണ് കാണലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്നെ കണ്ടതിന് ശേഷം പെണ്ണിന്റെ ബോധം പോയി. എന്നിട്ടാ കല്യാണം നടന്ന. പിന്നെ വേറൊരു തെണ്ടി വന്ന് അവളെ കല്യാണം കഴിച്ച് ഇപ്പൊ അന്തസ്സായിട്ട് ജീവിക്കും. അപ്പൊ ചേട്ടന് കല്യാണം കഴിക്കാത്തതിന് യാതൊരു വിഷമില്ലേ? വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് 2 ഇളക്കിളക്കും. എന്നിട്ട് വിഷമം നിന്നെങ്കിൽ 2 പപ്പടം അങ്ങോട്ട് കാക്കും. അച്ചുവേട്ടൻ ഇങ്ങനെ എന്റെ ഇഷ്ടവും സമ്മതമൊന്നും ചോദിക്കാതെ ചില തീരുമാനങ്ങൾ എടുക്കും. പുരയിടത്തിന്റെ ആധാരം പണയം വെച്ച് എന്നെ മെഡിസിൻ അയച്ചതും ഇങ്ങനെ എടുത്തു ചാടി എടുത്തൊരു തീരുമാനമായിരുന്നു. അച്ചുവേട്ടൻ അങ്ങനെ തീരുമാനം എടുക്കുന്നു തന്നെ എന്റെ സന്തോഷം. അതുകൊണ്ട് ഇപ്പൊ എടുത്ത ഈ തീരുമാനത്തിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പൊ പൾസ് റേറ്റ് കറക്റ്റാ. ഇനി ഒരു ബോധക്കേടിന്റെ ചാൻസ് കാണുന്നതുമില്ല. ഇപ്പൊ പേഷ്യന്റ് ഓക്കെ. ഇയാള് കല്യാണത്തിന് ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു. அதுல தெளிவா இருப்பாரு. കണിയാരല്ലേ? അതെ. ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്നാ. വരിക. നോക്കിക്കോളൂ. 2:30 മണിയായി. പോയിക്കോളൂ. സന്തോഷം. மணி பார்க்கலாம். അതല്ല, ഒരു കല്യാണത്തിന് പൊരുത്തം നോക്കി മുഹൂർത്തം മുറിക്കാൻ വന്ന. അല്ല, പൊരുത്തം നോക്കി മുഹൂർത്തം കുറിക്കാൻ വന്ന. ഇതിനൊക്കെ പകല് വന്നുകൂടെ? സന്ധ്യ കഴിഞ്ഞാൽ ഇതൊന്നും നോക്കാൻ പാടില്ല. ചെറുക്കനെ മിഡ് നൈറ്റിലാണ് സെറ്റപ്പ് ആയത്. നാളെ ഏഴ് മോർണിംഗിൽ വെഡിങ് നടത്തണം. എല്ലാം ചടപടേന്നായിരുന്നു. എന്താണ് നമ്മൾ ബ്രാഹ്മണന്മാരാണെന്ന് വിചാരിച്ചോട്ടെ. എല്ലാം പെട്ടെന്നായിരുന്നേ. എന്നാ പിന്നെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കിയാ പോരായിരുന്നു. മതിയായിരുന്നു. വെറുതെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. കണിയാൻ സാർ അങ്ങനെ പറയരുത്. വിവരങ്ങളൊക്കെ ദേ ഇത് പറയും. മഹാലക്ഷ്മി പാതിരായ്ക്ക് വന്നാലും മുടക്കി വിടാൻ പാടില്ലെന്നാണ്. മഹാലക്ഷ്മി ആരാ? മോളാ? ഭാര്യയായിരിക്കുമല്ലേ? ജാതകങ്ങൾ തമ്മിൽ ചേർച്ചക്കുറവും 10-7 പൊരുത്തവും. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് അതൊക്കെ നോക്കുമെന്നറിയില്ല. ആ കൈ നീട്ടിയേ പിടിക്കുക. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? കൃഷ്ണം കൃഷ്ണേന ശാന്തി കൃഷ്ണ എന്നാണല്ലോ ചൊല്ല. പുതിയ പഴഞ്ചൊല്ല കഴിഞ്ഞ ആഴ്ച റിലീസായുള്ളൂ. ഇപ്പൊ നമ്മള് ബന്ധുക്കളായിട്ടോ കട്ടെ. ഭർത്താവുകുട്ടികളൊക്കെ അതിന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. നന്നായി. അതെന്ത് വേണ്ടാന്ന് വെച്ച് വേണ്ടാന്ന് തോന്നി അത്ര തന്നെ. ഇപ്പോഴും താമസിച്ചിട്ടില്ല. ഇനി ആവട്ടോ. ഇവിടെ സാമ്പാർ. സപ്ലയർ ഇത്തിരി സാമ്പാർ താങ്ങിയേ. നീ എന്തിനാ ഇപ്പൊ കയറിയിരുന്നത്? ഞങ്ങൾ ചെക്കൻ്റെ ആൾക്കാരാ. ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അപ്പൊ ആര് വിളമ്പും? പാചകക്കാരനാണല്ലേ? അല്ല, എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തിട്ടോ. രാമ, ചെറുക്കന്റെ അനിയന രാമൻകുട്ടി.
നീ എന്തേ കാണിക്കുന്നത്? ഞാൻ വിളമ്പാ. വേണ്ട സാറിരുന്നോ, ഞാൻ വിളമ്പാം. നീ അങ്ങോട്ട് പോയിരിക്കും, ഞാൻ വിളമ്പാ. അയ്യോ സാറിരുന്നോ, ഞാൻ വിളമ്പാം. നിങ്ങൾ വേറെ തല്ലു പിടിക്കല്ലേ? രണ്ടുപേരും കൂടി ദേ ഇങ്ങോട്ട് വിളമ്പിക്കോ. ആ പ്രശ്നം സോൾവ് ആവട്ടെ. മോനെ കുറച്ച് ചോറ് ഇട്ടേ. ആയിക്കോട്ടെ. ഓ ചേട്ടാ കുറച്ച് ചോറ് ഇട്ടേ. വേണ്ട, ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് വേണ്ടെന്ന്. തൈര് ഒഴിച്ചു. എടോ, തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്ന് വന്നുണ്ട് ഈ പന്നി? അല്ലേ കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. എടോ തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറും തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയാ. താൻ എന്റെ വേഷം കെട്ടിട്ട് എന്താ എന്റെ രാമൻകുട്ടി ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെന്ന്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ചേട്ടാ കുറച്ച് ചോറ് തൊട്ടപ്പുറത്തെ അലേനത്ത് കഴിക്കടാ. ഓരോരുത്തന്മാര് വയറ് വാടകയ്ക്ക് തോന്നിരിക്കുക. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും വിട്ടോ. തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ? ഉണ്ടെങ്കിൽ കല്യാണക്കുറി കളിക്കാം. വേണോ ചോദിച്ചാ വേണ്ടെന്ന് പറയാ. ഇവനാര് 3 മാസം ചോറ്? എനിക്കിനി ചോറ് വേണ്ട. അതെന്താണ് വേണ്ടാത്ത? മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിട്ടുള്ള പന്നി. അവരൊക്കെ സദ്യ വിഴുങ്ങിട്ട് ഇരിക്കല്ലേ? അപ്പുറത്തിരുന്ന് കുറെ പേര് പണിയെടുത്ത് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ ചായ കൊടുത്തു. കൊടുത്തല്ലോ. ആരോട് വെച്ചിട്ട് കൊടുത്തു? അവരെ പണിയെടുക്കാൻ സമ്മതിക്കില്ലല്ലേ? വെറുതെ ചായ കുടിച്ചോണ്ടെന്നാ ഇയാള് പോയി പണിയെടുക്കൂ. അപ്പോഴേക്കും പോയോ? കുട്ടി ഇവിടെ വരൂ, ഒരു ചായ തരൂ. അപ്പൊ ദഹനക്കാരൻ പറഞ്ഞാലും അനുസരിക്കാനൊക്കെ അറിയാല്ലേ? കല്യാണത്തിന്റെ കോൺട്രാക്ട് ഏറ്റെടുക്കുകയാണെങ്കില് ചെക്കനെയും പെണ്ണിനെ ഒപ്പിച്ചു കൊടുക്കുന്നു ചോദിച്ചില്ലേ? ഇപ്പൊ എന്തായി? നല്ല മണിമണി പോലത്തെ ഡോക്ടർ ചെക്കനെ ഞങ്ങൾ ഒപ്പിച്ചെന്നില്ലേ? ശരിയാ. ഈ കല്യാണം കൂടെ നടന്നില്ലായിരുന്നെങ്കിൽ എന്റെ ചേച്ചിയുടെ കണ്ണു നിറയുന്നതാ എനിക്ക് ഏറ്റവും സങ്കടം. ആ ചേച്ചിക്ക് നല്ലൊരു ജീവിതം തിരിച്ചു കിട്ടിയത്. ഈ കടപ്പാടും നന്ദിയൊക്കെ എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. എന്നാ കുട്ടിയത്? അയ്യേ, കുട്ടിയെന്നെ തൊട്ടോളൂ. ഇതൊക്കെ ഞാൻ കുട്ടിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മനുഷ്യനല്ലേ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റും. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെ കടപ്പാടിന്റെ ഒന്നും ആവശ്യമില്ല. അയ്യടാ, ഇയാളോട് നന്ദി പറയാൻ ഇയാൾ എന്ത് കാര്യമാണ് ചെയ്തത്? ആ സമയത്ത് എന്റെ ചേച്ചി സ്വീകരിക്കാൻ മനസ്സ് കാട്ടിയ ഡോക്ടറോടാണ് ഞാൻ നന്ദി പറഞ്ഞത്. ഇയാള് സൗകര്യം പോലെ അതങ്ങ് ചെന്ന് അറിയിച്ചാ മതി. പൊട്ടി ദഹനക്കാരാ. ദഹനക്കാരൻ നിന്റെ കെട്ടിയനാടി. ആ കുട്ടി എന്താ വിളിച്ചത്? ദേഹണ്ണക്കാരനാ? ദേഹത്ത് എണ്ണീർന്നൊന്ന് ചോദിക്കുക. അതെന്താ നിന്നെ അച്ചാറിടാൻ പോന്ന? രാമൻകുട്ടി അച്ചാർ. സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവില്ലേ? അതെങ്ങനെ മനസ്സിലായി? മോനെ, കന്നിമാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. ഓ, കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ. എടാ, നീ ഒന്ന് ആഞ്ഞു പിടിച്ച ഈ പന്തിരി പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നടത്തിട്ട് പോവാ. നിങ്ങൾ 2 കുടുംബക്കാർ തമ്മിലുള്ള അവിഹിത ബന്ധം സ്ട്രോങ് ഒക്കെ ചെയ്യാം. ഹോം അപ്ലയൻസ് ഓഫ് ദ 2 families, you are the link. No, you are the link of the link. The 2 families attached to the bathroom, your family's food and accommodation. What do you mean? അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, ഫിലോപ്പിമീൻ. പോയി ഇംഗ്ലീഷ് അറിയില്ല. എന്നിട്ട് സ്പീച്ചാ വന്നിരിക്കുന്നു. മലയാളി പോയല്ലേ? എന്ത് ചീറ്റിന്ന്? എന്റെ അടുത്ത് ഹനുമാനില്ലേ?